Hello guys, welcome back to another video Vetakaran vlog. It's me, your one and only favorite Vetakaran with another video. So guys, today I'm very happy because we reached 5k guys. അങ്ങനെ ഫൈനലി നമ്മൾ കുറേ കാലം വെയിറ്റ് ചെയ്തിരുന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ 5k സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അപ്പം ഞാൻ ജസ്റ്റ് YT സ്റ്റുഡിയോ എടുത്ത് ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് 5k അടിച്ചിരിക്കുന്നത്. ഡേ ബിഫോർ എസ്റ്റർഡേ ഞാൻ നോക്കിയപ്പോൾ 4999 ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വർക്കിൻ്റെ പ്രഷറൊക്കെ കാരണം അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടിരിക്കുകയാണ്. കാരണം ഓൾമോസ്റ്റ് 8 to 8 ആണ് ഇപ്പോൾ ഷിഫ്റ്റ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വളരെ ടയേർഡായിട്ടാണ് ഓർമ്മ കയറിയത്. അതുകൊണ്ട് ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഇന്നലെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 5k കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ പോയി. ഭയങ്കര ഹാപ്പിയാണ്. So it's thanks to all of you guys who are supporting me all this time. Very big thank you because I couldn't have done this achievement without you guys. So എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു 5k ഒക്കെ അടിക്കുക എന്ന് പറയാൻ തന്നെ കാരണം കുറേ കാലമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര അടിച്ചത്. എന്തായാലും നമ്മൾ ഇത് പുറകെ പോയത് മറ്റൊന്നും അല്ല. നമുക്ക് ഈ ജോലി തിരക്കും മറ്റു കാര്യങ്ങളും പഠിത്തവും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ലോ ആയിപ്പോയത്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു എഫോർട്ട് എടുത്ത് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ 10k ഒക്കെ എത്തിയേനെ. അപ്പോൾ എന്തായാലും നല്ല താങ്ക്സ് ഉണ്ട്, നല്ല സന്തോഷമുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ആരോ പൈമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണേ. അപ്പോൾ വിത്തൗട്ട് ഫർദർ വെർപ്പിക്കൽ ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ഇൻ ടു ദ കണ്ടന്റ്. സോ ഗായ്സ്, ആദ്യമേ ആരോ പൈമിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒറിജിൻ ആമസോണിൽ നിന്നാണ്. യെസ്, ആമസോണിൽ നിന്ന് തന്നെയാണ് ആരോപ്പമയുടെ ഒറിജിൻ. എല്ലാത്തരം മാംസപേശികളുടെയും ഒറിജിൻ എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് മാംസപേശികളുടെ കൺസെപ്റ്റ് എടുക്കുമ്പോൾ തന്നെ ആമസോണിലിട്ട് ഒരു ട്രിപ്പ് പോകാനൊക്കെ പറ്റില്ല. സോ ആമസോണിലെ സൗത്ത് അമേരിക്കൻ പാർട്ടിൽ നിന്ന് ഒറിജിൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് അരോപ്പൈമ, ഓൾസോ കോൾഡ് അരോപ്പൈമ ജൈഗസ് അല്ലെങ്കിൽ പിറോറുക്കു. അങ്ങനെ പല പേരിൽ 2 പേരിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. 2 അല്ല 3 പേര്, സോറി. എന്നെ അതും പറഞ്ഞ് എന്നെ ആരും കയറി ആറ്റുകാൽ പൊങ്കാലിട്ടെടുത്ത്. സോ നെക്സ്റ്റ് പോയിൻ്റ്, ഇത് ഭയങ്കര വലിപ്പം വയ്ക്കുന്ന ഒരു മീനാണ്. ഏകദേശം 10 ഫീറ്റോളം ഇത് വലിപ്പം വയ്ക്കും, ഓൾമോസ്റ്റ് 3 മീറ്റർ. സോ യു ഗൈസ് ഹാവ് ടു മേക്ക് എ ബിഗർ ടാങ്ക് ഫോർ ദിസ് വൺ, അല്ലെങ്കിൽ ഇതിനെ വളർത്താൻ നല്ല ബുദ്ധിമുട്ട് വേണ്ടി വരും. സോ ഇതൊരു വലിയ മീനാണ്. സോ വലിയൊരു ലിവിങ് സ്പേസ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രം ഇതിനെടുത്ത് വളർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ തീറ്റ കൊടുത്തും വളർത്താനുള്ള ചിലവുകളും ടാങ്ക് ബിൽഡ് ചെയ്യാനുള്ള കോസ്റ്റും കാരണം പാവപ്പെട്ടവന്മാർ വളരെയധികം ബുദ്ധിമുട്ടും. കുഴപ്പമില്ലാത്തൊരു വലിയൊരു പോണ്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും പറ്റിയാലാണ് ഇതിനെ മേടിക്കാൻ പാടുള്ളൂ. അക്വേറിയം ഷോപ്പുകളിലും മറ്റ് അക്വേറിയം ഫാമുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇതിന് നമുക്കൊരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്ററിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുഡും വളരെയധികം നമ്മൾ ലാർജ് സ്കെയിലിൽ കൊടുക്കേണ്ടി വരും. ലൈഫ് ഫീഡ് ആയാലും എല്ലാ ഐറ്റംസും കൊടുക്കേണ്ടി വരും. സോ അതിന് പറ്റിയ ഒരു ആൾക്കാരെ മാത്രമാണ് എടുക്കാറുള്ളൂ. സോ നോട്ട് റെക്കമെൻഡിങ് ഫോർ ദിസ് വൺ ഫോർ ബിഗിനേഴ്സ് ട്രൈ ചെയ്യരുത്. നെക്സ്റ്റ് പോയിൻറ്റ്, ദിസ് ഫിഷ് ക്യാൻ ബ്രീത്ത് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഡയറക്റ്റായിട്ട് ഇതിന് എടുക്കാൻ കഴിയും. മറ്റു മീനുകളെപ്പോലെ വെള്ളത്തിൽ നിന്നും ഓക്സിജൻ എടുക്കാതെ ഇതിന് വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് ഡയറക്റ്റ് എയർ ശ്വസിക്കാൻ പറ്റും. എയർ വലിച്ചെടുക്കുകയാണ്, സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗിൽസ് പ്രവർത്തിക്കുന്നത് ഓൾമോസ്റ്റ് ഹ്യൂമൻസിൻ്റെ മാതിരി തന്നെ എയർ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഏകദേശം സിമിലർ ടു ബീറ്റ ഫിഷ്, പിന്നെ നമ്മുടെ ആലഗേറ്റർ കാറിൻ്റെയൊക്കെ മാതിരി സെയിം ഫങ്ഷനിങ് ആണ്. മേളിൽ നിന്ന് എയർ എടുക്കുകയാണ്, അന്തരീക്ഷത്തിൽ നിന്ന് എയർ എടുക്കുകയാണ്. സോ ദിസ് ഫിഷ് ക്യാൻ ഓൾസോ സർവൈവ് അപ് ടു 24 hours വിത്തൗട്ട് വാട്ടർ. വെള്ളമില്ലാതെ തന്നെ ഇതിന് 24 മണിക്കൂർ വിത്തൗട്ട് കരയിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓരോ 10 മിനിറ്റ്സ് അപ് ടു മേളിൽ പൊന്തി വന്ന് എയർ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത് എയർ എടുക്കാണ്ടായിരുന്നു കഴിഞ്ഞാൽ വെള്ളത്തിനടി കിടന്നതിന് ഇതും ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊരു യുണീക്കായിട്ടൊരു അഡാപ്റ്റീവ് സ്കില്ലെന്നാണെന്ന് പറയേണ്ടത്. വോണറബിലിറ്റി എന്നല്ല, ഒരു അഡാപ്റ്റീവ് സ്കില്ലാണ്. കാരണം ആമസോണിൻ്റെ മാതിരി അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുന്ന, വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഏരിയയിൽ ചില സമയത്ത് വെള്ളത്തിൻ്റെ ഇത് വളരെയധികം വ്യത്യാസം വരും. ഓൾമോസ്റ്റ് ചില സ്ഥലത്തൊക്കെ pH ലെവലിൽ നിന്ന് മാറിയിട്ട് അസിഡിക് ബേസിലായിട്ടൊക്കെ പോകുന്ന ഇത് സമയത്ത് വരും. അപ്പോൾ ലോ ഓക്സിജൻ ലെവൽസാണ് ആമസോണിൽ കണ്ടുവരുന്നത്. ആ ഒരു ടൈമിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വലിക്കാൻ പറ്റുന്ന ഒരു മീനായതുകൊണ്ട് ഇതിന് കൂടുതൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, മറ്റു മീനുകളെക്കാൾ കൂടുതൽ. സോ അത് ഇതിനൊരു വലിയൊരു പോയിൻ്റ് തന്നെയാണ്. സോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒംനിവേഴ്സ് സ്പീഷീസിൽ പെടുന്ന സാധനമാണ്. കാരണം ഇതിനെ എല്ലാ ടൈപ്പ്
ഫുഡ് ഐറ്റംസും ഇതിന് ഓക്കെയാണ്. ഓൾമോസ്റ്റ് ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ ചെറിയ ബേർഡ്സ്, പിന്നെ ചെറിയ മീനുകൾ, വലിയ മീനുകളും, പിന്നെ ചെറിയ ചെറിയ മാമൽസ്, ഇതിൻ്റെ വായിൻ്റെ ഉള്ളിൽ കയറുന്ന എല്ലാ സാധനങ്ങളും ഇത് സെറ്റാക്കും, ഫുഡാക്കും. സോ ഓൾമോസ്റ്റ് എവരിത്തിങ് ഈ സാധനം കഴിക്കും, എല്ലാ സാധനങ്ങളും ഇത് കഴിക്കും. പിന്നെ നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ വളർത്തുമ്പോൾ കൂടുതൽ ഇതിന് പിന്നെ ലൈഫ് ഫിഷ് ആയിരിക്കും കൂടുതൽ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചാള അങ്ങനെയുള്ള നമ്മുടെ കടൽ മീനുകളും കൊടുക്കുക നല്ലതാണ്. പക്ഷെ കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഉപ്പിട്ട് കഴുകിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകിയിട്ടൊക്കെയാണ് ഈ ചാള അതിലേക്ക് ഡയറക്റ്റ് കൊടുക്കരുത്. കാരണം അതിനകത്ത് ഹിറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒക്കെ അടിച്ചു വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു ഫുഡായിട്ട് കൊടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രഷ് മീൻ തന്നെ കൊടുക്കാൻ നോക്കുക. ഫ്രഷ് മീൻ കൊടുക്കാൻ അവൈലബിലിറ്റി കുറവുള്ളവർ ഫ്രോസൺ കട്ട്, സിലോപ്പിയാസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കുക. പിന്നെ മിക്സ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ആലഗേറ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ല കാര്യങ്ങളായിരിക്കും. വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമായിട്ട് വരുന്നതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇതിന് നോട്ട് ഫോർ ബിഗിനിയർ എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ വലിപ്പം വയ്ക്കുന്ന മീനായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കേണ്ടി വരും. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് pH വാട്ടർ പാരാമീറ്റേഴ്സ് ആണ്. ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചർ ഈവൻ 29 to 30 ഡിഗ്രി സെൽഷ്യസിൽ വരെ ഇതിന് പിടിച്ചേക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഓക്സിജൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഓക്സിജൻ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇതിന് പിടിച്ചേക്കാൻ പറ്റും. പിന്നെ വാട്ടർ കണ്ടീഷനിൽ pHൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ആസിഡിക് ബേസിൽ വരെ ഈ സാധനം പിടിച്ചു വയ്ക്കും. കാരണം ഇത് വരുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ മാറി വരുന്ന ഭൂപ്രകൃതി അനുസരിച്ച് വെള്ളം കയറി ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ വളരെയധികം ആസിഡിറ്റി കൂടാനുള്ള ചാൻസസിലും അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വലിച്ചു വരെ ഈ സാധനം നിൽക്കുന്നതാണ്. സോ അത്തരം വാട്ടർ പാരാമീറ്റേഴ്സിൻ്റെ കാര്യം ഓർത്ത് ഇതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഹാർഡി ഫിഷാണ്. ഇടി വെട്ടിയാലും ചാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പിന്നെ നമ്മുടെ മണ്ടത്തരങ്ങൾ കാരണങ്ങളൊക്കെയാണ് ചത്തുപോകുന്നത്. അതും വളരെ റെയർ കേസസ് കാരണമാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാങ്ക് സൈസാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെയധികം വലിപ്പം വയ്ക്കുന്നൊരു മീനാണ്. സോ മാക്സിമം ഒരു വലിയൊരു ടാങ്ക് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമുക്കൊരു ചെറിയ ഒരു സൈസ് ഒരു 3 അടി 2 അടിയൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു 12x12 ഒരു ഇതിലൊക്കെ നമുക്ക് കുളത്തിൽ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് ഇത് വലിപ്പം വയ്ക്കുന്നതോറും ഇതിന് ടാങ്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകേണ്ടി വരും. സോ മാക്സിമം വലിപ്പം വയ്ക്കുമ്പോൾ ഒരു 200 ഗാലൻ, ഒരു 768 അല്ലെങ്കിൽ 800 ലിറ്ററൊക്കെ കപ്പാസിറ്റി വരുന്നത്, ഒരു 1000 ലിറ്ററൊക്കെ കണക്ക് കൂട്ടിക്കോ. ആ ഒരു കപ്പാസിറ്റിക്ക് വരുന്നൊരു വലിയ ടാങ്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ വളർത്തിയിട്ട് സെയിൽ ചെയ്യുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വെറുതെ കഴിഞ്ഞിട്ട് ക്രൂശിക്കരുത്. സോ മാക്സിമം ഒരു കുഴപ്പമില്ലാത്തൊരു വലിയ ടാങ്ക് തന്നെ നിങ്ങൾ ഇതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാങ്ക് മേറ്റ്സ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആലഗേറ്ററെ കുറിച്ചാണ് സംസാരിച്ചത്. അതേപോലെ തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത്. ആലഗേറ്റർ കാറിന് പറ്റിയത് അരോപ്പൈമയാണ്, അരോപ്പൈമയ്ക്ക് പറ്റിയത് ആലഗേറ്റർ കാറാണ്. കാരണം ഒപ്പത്തിനൊപ്പമുള്ള കോമ്പറ്റേറ്റീവ് ഫിഷാണ് രണ്ടും. ടഫ് ആർമേഡ് സ്കെയിൽസ് ആണ്, ടഫായിട്ടുള്ള ആക്ഷൻസ് ആണ്. പിന്നെ രണ്ടും ഒരേ വലിപ്പത്തിലുള്ള സാധനമായിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം വലിപ്പം കുറഞ്ഞോ കൂടിയോ പോയി കഴിഞ്ഞാൽ മറ്റൊരുത്തൻ്റെ ആഹാരമാവും. സോ അത് രണ്ടുമായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ടാങ്ക് മേറ്റ്. പിന്നെ ഇതിൻ്റെ വായി കയറില്ലാത്തതും ഇതിന് പിടിക്കാൻ പറ്റില്ലാത്ത മീനുകളെ ഇട്ടാലും കുഴപ്പമില്ലാണ്ട് കൂടെ പോകും. ഇതിനേക്കാളും വലുപ്പമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന വലുപ്പമുള്ള മീനായിരിക്കണം എന്നുള്ളൂ. അത് കുറേ പിന്നെ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് മീനുകളൊക്കെ ആഡ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് നമുക്ക് ആരോപ്പയ്മയ്ക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അവന് ഇങ്ങോട്ടും ഒന്നും ഹാമും ഇല്ലാത്ത മീൻ ആലഗേറ്റർ കാറ് തന്നെയാണ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആരോപ്പയ്മയുടെ ബോഡി സ്ട്രക്ചറാണ്. ഫസ്റ്റ് തന്നെ ഹെഡിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണി ഹെഡാണ് ആരോപ്പയ്മയുടെ. ആരോപ്പയ്മയുടെ ആ സ്കെള്ള് നിങ്ങൾ ഇപ്പോൾ ഞാനൊരു വ്യൂ കാണിച്ചു തരാം. സ്കെള്ള് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ കാണാൻ പറ്റും, നല്ലൊരു ബോണി ആയിട്ടുള്ള സ്കെള്ളാണ്. ചെറിയൊരു അലക്കല്ല് പോലെ ഇരിക്കും. പിന്നെ നമ്മുടെ ചേറുവരാലിൻ്റെയൊക്കെ തല അടിച്ച് പരത്തി വെച്ച പോലെയാണ് ഏകദേശം ഒരു രൂപം. പിന്നെ ടീത്തിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ആലഗേറ്ററിന് മാതിരി വളരെ മോൺസ്ട്രസ് ആയിട്ടുള്ള ടീത്തല്ല. എരേനെ കിട്ടിക്കഴിഞ്ഞാൽ വായിൻ്റെ ഉള്ളിൽ വെച്ച് അരച്ച് കളയാൻ പാകത്തിനുള്ള ഒരു പല്ലാണ്. സോ ആരോപ്പയ്മയുടെ വായി പോകുന്ന മീനിൻ്റെ കാര്യം ഇത്തിരി ക്രൂരമായിരിക്കും. ആ പാവത്തിൻ്റെ കാര്യം അവസ്ഥ വളരെ ദയനീയമായിരിക്കും.
കാരണം വായിൻ്റെ ഉള്ളിൽ വെച്ച് അരച്ച് കളയാൻ പാകത്തിനുള്ള നീഡിൽ ഷാർപ്പായിട്ടുള്ള ആയിരക്കണക്കിന് പല്ലുകളാണ് ആരോപ്പയ്മയുടെ വായിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബോണി ആയിട്ടുള്ളൊരു അസ്ഥി കൊണ്ട് തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു നാക്കുമുണ്ട്. അതിൻ്റെ ഇടയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് അരച്ച് കളയും. പിന്നീടാണ് വായിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുള്ളൂ. അപ്പോഴത്തേക്കും ഈ മീൻ ഏകദേശം ഒരു ഇടിച്ച് പരത്തിയ അവസ്ഥയായിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ആരോപ്പയ്മയ്ക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കീപ്പോട്ട് നല്ലൊരു നീളത്തിൽ നമ്മുടെ ചേറുവരാൽ വാഹവരാലൊക്കെ പോലെ തന്നെ ഒരു വലിയ അതിൻ്റെ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് വെർഷൻ പോലെ തന്നെയാണ് ആരോപ്പയ്മ ഇരിക്കുന്നത്. സോ ഇതിനെ വളർത്തുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഈ തല ഇതിന് ഭയങ്കര വലിയൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആരോപ്പയ്മയ്ക്ക് വളരെ ക്വിക്കായിട്ട് വെള്ളത്തിൽ നിന്ന് ഒരു ചെറിയ വെള്ളത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ബേസ്റ്റ് ചെയ്ത് തെറിച്ച് ചാടാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ വലിയ ഹെവി ആയിട്ടുള്ള തലയും കൊണ്ട് ഇത് നമ്മുടെ നേരെ ഒരു 150 കിലോ ഉള്ള മീൻ, അത്രയും ഹെവി ആയിട്ടുള്ളൊരു മീൻ, അതുമാത്രമല്ല ഹെഡ് ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മീൻ നമ്മുടെ നേരെ വന്ന് ഇടിച്ചാൽ നമ്മുടെ കാര്യം അതോ ഗതിയാണ്. വി ക്യാൻ ഓൾമോസ്റ്റ് ബ്രേക്ക് സം റിബ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ബോൺസൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. കാരണം ആരോപ്പയ്മയുടെ ഒന്ന് ഇടി കിട്ടിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. കീളം അറ്റ്ലാന്റ അക്വേറിയം ഫാമിൽ വെച്ചായിരുന്നു ആ ഇൻസിഡൻറ്റ്. അത് ഞാൻ ഇപ്പോഴും ഒരിക്കലും മറക്കില്ല. നല്ല ഇടി കിട്ടിയായിരുന്നു. എനിക്ക് ചെറുതായിട്ട് ടെയിലും കൊണ്ടാണ് ഇടി കിട്ടിയത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നല്ല തലയും കൊണ്ടൊക്കെ ഇടി കിട്ടിയായിരുന്നു. തല വെച്ചൊരു ഇടി കിട്ടിയാൽ എല്ലാവരും ഓർമ്മിച്ചിരിക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇടിയാണ്. നമ്മുടെ ആശാനായ ജെർമി വൈഡിന് ഒരു എപ്പിസോഡിൽ, റിവർ മോൺസ്റ്റേഴ്സിൻ്റെ ഒരു എപ്പിസോഡിൽ ആരോപ്പയ്മയുടെ ഇടി കിട്ടിയിട്ട് 1 വീക്കോളം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. സോ ആരോപ്പയ്മനെ വളർത്തുന്നവർ കമൻറ്റ് ചെയ്യുക ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ പുതിയതായിട്ട് വളർത്താൻ പോകുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം ചെറിയ കുഴപ്പമില്ലാത്ത ഒരു സൈസ് ആരോപ്പയ്മയാണെങ്കിൽ 3 ഫീറ്റ് 1 ഫീറ്റ് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ വളർത്തുന്ന ഹോം അക്വേറിയംസ് ഒക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ ഗ്ലാസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവൻ ഈ പറഞ്ഞ ബോണി ഹെഡ് വെച്ച് ഇവൻ്റെ തല വെച്ചിട്ട് ഇവൻ ഇതൊക്കെ ഇടിച്ച് പൊളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്ട്രോങ് ലിഡ് പ്രൊവൈഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്ത് ചാടാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ചില സമയത്ത് പേടി തട്ടിയാൽ, അജിറ്റേറ്റഡ് ആയാൽ ഇത് എടുത്ത് ചാടാനുള്ള ചാൻസസ്. സോ സ്ട്രോങ് ആയിട്ടൊരു ലിഡും നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും നമ്മൾ ഹോം അക്വേറിയത്തിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം സ്ട്രോങ് ഫിഷാണ്, ഇടിച്ചു പൊളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതേ ഒരു അക്വേറിയത്തിൽ തന്നെ ഇതിനെ കീപ്പ് ചെയ്ത് പോകരുത്. കാരണം അത് ടോർച്ചറാണ്. അത്യാവശ്യം വലിപ്പം വെക്കുന്നതനുസരിച്ച് തന്നെ ടാങ്ക് സൈസ് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ടാങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായാൽ പോണ്ടിലിട്ട് മാറ്റുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷ്. ഇത് വളരെയധികം സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനം കൂടിയാണ്. കാരണം ഹ്യൂമൻസും മറ്റ് അനിമൽസൊക്കെ ഏകദേശം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ മാമൽസ് അതുങ്ങളുടെ ഫ്രൈസിന് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഒരു ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെയധികം സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ആരോപ്പയ്മ അതിൻ്റെ സ്കള്ളിൽ നിന്നുള്ള മൂക്കിൻ്റെ അവിടെ നിന്നും സ്കള്ളിൻ്റെ ടോപ്പ് ലെയറിൻ്റെ അവിടെ നിന്നായിട്ടാണ് ഈ ഒരു മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇത് അബ്സോർബ് ചെയ്യുന്നതാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർ കണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് കരുതിക്കൊണ്ടിരുന്നത് മിൽക്കാണെന്നാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സയൻറ്റിസ്റ്റുകൾ ഇത് കളക്ട് ചെയ്ത് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എന്താണെന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് കണ്ട കണ്ടൻറ്റ് പ്രൊലാക്റ്റിൻ എന്ന സബ്സ്റ്റൻസ് ആണ്. പ്രൊലാക്റ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് ഓക്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സമയത്ത് മിൽക്കിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടാനും ബ്രസ്റ്റിൻ്റെ ഗ്രോത്ത് കൂട്ടാനുമാണ് പ്രൊലാക്റ്റിൻ്റെ വളർച്ച വരുന്നത്. പക്ഷേ ആരോപ്പയ്മയുടെ കേസിൽ ഇത് വളരെ വ്യത്യാസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മാമൽസിലും ബേർഡ്സിലും ഈ പ്രൊലാക്റ്റിൻ ആക്ട് ചെയ്യുന്നത് പേരൻ്റൽ ബിഹേവിയറിനെ ഫോളോ ചെയ്തു പോകാനുള്ള ഒരു ഇതായിട്ടാണ്. പിന്നെ അവരുടെ ആ ഒരു ബിഹേവിയർ ട്രേഡ്സുകൾ എല്ലാം ഇതുവഴി അബ്സോർബ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ആരോപ്പയ്മയുടെ മിൽക്ക് വഴി നടക്കുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിഗൂഢതകൾ ഇനിയും ഉണ്ട്. സോ ഇതൊരു നേച്ചറിൻ്റെ തന്നെ ഒരു വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവി തന്നെയാണ് ആരോപ്പയ്മ. സ്റ്റിൽ ഡിസ്കവറിങ് ബട്ട് യെറ്റ് ടു ഡിസ്കവർ എന്ന് പറയാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് അപ് ടു യു ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. സോ it's up for today. So let's see in another video. Till then, it's your one and only favorite Vetakaran vlog. Bye.